ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് ആ ഒരു എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കടന്നു വരാൻ പോകുന്ന ചേഞ്ചസ്, എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും മുന്നോട്ടേക്ക് ചേഞ്ചസ് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്താലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസോ കാര്യങ്ങളോ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 of Swords ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 9 of Cups, Ace of Wands, Page of Cups, the Wheel of Fortune, the Moon energy, Chariot, 10 of Swords, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ 3 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിൽക്കുന്ന എനർജി ആയിട്ടാണ് കാണുന്നത്. ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യാത്തൊരു സ്റ്റേജ് ആണ്. വളരെയധികം ഒരു പെയിൻ തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു വേദന ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് നിഴലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ട്രസ്റ്റ് ഇഷ്യൂ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആണ്. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ചധികം പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ നടന്നതിന്റെ ഭാഗമായിട്ട് ഇമോഷൻസ് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരിക്കും. സാഹചര്യം ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റേജ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി വെച്ച് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം ഉള്ള വ്യക്തികൾ തന്നെയാണ്. രണ്ടുപേരും മനസ്സുകൊണ്ട് സ്നേഹം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. എത്ര റിസ്ക് എടുത്തും ഒരു ന്യൂ ബിഗിനിങ് രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെയധികം ഒരു വേദനയും അതോടൊപ്പം ഭയങ്കരമായൊരു നിഷ്കളങ്കമായ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടും ഒരു ഗുണമില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ രണ്ടുപേരുടെ എനർജിയിലും സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ ആക്ഷൻ എടുക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. തെറ്റിദ്ധാരണകൾ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു ഈഗോയും കൂടെ ഒക്കെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ട് തന്നെയാണ് സിറ്റുവേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, വീൽ ഓഫ് ഫോർച്യൂൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സൈക്ലിംഗ് എനർജിയാണ്. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു കറന്റ് എനർജിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കുറച്ച് നാളുകളായിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് എന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു പൂർണ്ണമായ പരിവർത്തനം സംഭവിക്കാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ പരിവർത്തന സ്റ്റേജിലൂടെയാണ് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കടന്നു പോകുന്നത്.
ഈ ഒരു മാനസികപരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായിട്ടുള്ള വേദനകൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് തരാനായിട്ട് പോവുകയാണ്. അത് ഏത് രീതിയിലാണ് ആ ഒരു മാറ്റങ്ങൾ എന്നുള്ളത് നെക്സ്റ്റ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി ലെവൽ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത്. നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുവാണെങ്കിൽ ഇതിപ്പോ നിലവിൽ വളരെയധികം സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇമോഷൻസ് ഒന്നും കാര്യമായിട്ട് പ്രകടിപ്പിക്കാത്ത ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈഗോ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യത്തില് എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. ഇന്നർ വോയിസ്, breakthrough, mind, patience, slowing down, healing, going with the flow, guidance, guilt, trust, courage, past leaves, clinging to the past, maturity, flowering, rebirth, completion, change. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ലവേഴ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് മെയിൻ സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി നമ്മൾ നോക്കിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി നമ്മൾ കണ്ടു, വളരെ ലോ എനർജിയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്തോ ഒന്നും തന്നെ ഇല്ല. ഒരു സൈക്ലിംഗ് എനർജിയാണ്, റിപ്പീറ്റ് ചെയ്ത് സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ സ്ലോ ഡൗൺ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ലവേഴ്സ് എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം, ഒരു ആകർഷണം, ഈ ഒരു ബന്ധത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റങ്ങൾ വേണമെന്നൊരു ചിന്ത, ഇതെല്ലാം വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവരിൽ വന്നു തുടങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ടും അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർ നിങ്ങളെ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകൾ മൂലം ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ, വിശ്വാസക്കുറവ് കാര്യങ്ങളൊക്കെ വന്ന് തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ബന്ധമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, ഇവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമാണെങ്കിൽ ഇവർക്ക് അതിനൊക്കെ ഒരു ക്ലാരിറ്റി തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ഇവർ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചേഞ്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വയമേ തന്നെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റുവേഷൻ ഒക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇവിടെ നമുക്ക് റീബർത്ത് വന്നിരിക്കുന്നതുകൊണ്ട് റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും ഒരു നീതിപൂർവമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് അത് കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിഞ്ഞുനോട്ടം, പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ നാളുകളിലേക്ക്, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച ആ ഒരു നിമിഷങ്ങൾ തിരികെ കൊണ്ടുവരാനായിട്ട് മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്, ഇവിടെയാണെങ്കിലും പാസ്റ്റ് ലീവ്സ് ആണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചെലവഴിച്ച ആ ഒരു ഭൂതകാലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലെ ഓർമ്മകളിൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളും ചിന്തകളും സ്നേഹവും മനസ്സും എല്ലാം ആ ഒരു പഴയ കാലത്തിലേക്ക് തങ്ങി നിൽക്കുന്നു. വീണ്ടും ആ ഒരു കാലത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് ഇവർ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഇന്നർ വോയിസ് ആണ്.
റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലുള്ള ആ ഒരു അകൽച്ച അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരിക. അപ്പൊ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഇവർ ഈ രീതിക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവര് ഇപ്പൊ ചിന്തിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസാക്ഷി അനുസരിച്ച് ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ടോ ഇവർ മനസ്സുകൊണ്ട് തയ്യാറല്ല. അത് തന്നെയാണ് ആ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുമ്പോഴേക്കും. കാരണം മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം കൊണ്ട് നിറയുന്ന സ്റ്റേജ് ആണ്. ഇവിടെ അവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ വരാൻ കാരണം ഇവര് നിങ്ങളെ എന്തെങ്കിലും ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ തെറ്റ് ചെയ്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഇപ്പൊ ആ ഒരു കുറ്റബോധം സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അവർക്ക് സ്വയം ഒരു ഗിൽറ്റ് ഫീൽ, അവരോട് തന്നെ ഒരുതരം ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ലജ്ജ തോന്നുന്നു. അതോടൊപ്പം നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് എല്ലാ രീതിയിലും വളരെയധികം ഒരു സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരോട് പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, സപ്പോർട്ട്, അതെല്ലാം ഈ ഒരു സമയത്ത് അവർ അവരുടെ ഒരു ഗൈഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അവർ മുന്നോട്ടേക്ക് ഇപ്പൊ ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഒരു പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വാക്ക് തർക്കങ്ങൾ വന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്യരുതെന്നോ അങ്ങനെ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓർത്തു നോക്കുക. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അന്ന് അവരത് ഭയങ്കര ദേഷ്യത്തോടു കൂടി എടുത്തെങ്കിൽ ഇപ്പൊ അവരതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുന്നത്. മാത്രമല്ല ആ ഓരോ വാക്കുകളും അവരെ ഇപ്പൊ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ എല്ലാ രീതിക്കും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തം തെറ്റുകൾ സ്വയമേ മനസ്സിലാക്കി സ്വയമേ ഒരു ക്ലെൻസിങ് പീരീഡിലൂടെ പോകുന്നു. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായ ഒരു എടുത്തുചാട്ടമോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഭാഗം കൊണ്ടാണ് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ ആക്ഷൻ എടുക്കാതെ അവർ അത്രയും സ്വാർത്ഥതയോടുകൂടി ആ ഒരു നിലപാടിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ അവർക്ക് കാര്യഗൗരവമായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു ക്ഷമ അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇതെല്ലാം ഇവരിൽ ഇപ്പോ പ്രാപ്തമായി കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളിലൊക്കെ പെട്ടെന്ന് അകപ്പെടുന്ന രീതി, ആരെങ്കിലും പറയുന്നത് കേട്ട് പെട്ടെന്ന് ട്രിഗർ ആവുക, അങ്ങനെയൊക്കെ ഒരു രീതി ആണോ നിങ്ങളുടെ പേഴ്സന്റേത്? അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനൊക്കെ നല്ല രീതിക്ക് ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അവര് സ്വയമേ ഒരുപാട് അവരെ തന്നെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് തന്നെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവർ പുറത്തേക്ക് അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലോ പറയുന്നില്ലെങ്കിലോ പോലും സ്വയം ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് അവരിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നത്. സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ കഴിഞ്ഞു പോയ സന്തോഷകരമായ നിമിഷങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കാൻ കാരണം ആ ഒരു കഴിഞ്ഞു പോയ കാലങ്ങളില് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷമൊക്കെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പഴയ കാലങ്ങളിലേക്കെല്ലാം വീണ്ടും ഇവരുടെ മനസ്സ് പോകുന്നതും അതുപോലെ തന്നെ ആ ഒരു പഴയ കാലങ്ങളിലേക്ക് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നതും. ഇപ്പൊ ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ going with the flow എന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നത് പോലെ പോകട്ടെ അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിക്ക് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. പക്ഷെ ആ ഒരു പോകുന്ന സ്റ്റേജിലും ഇവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ മനസ്സിലാക്കുകയും ആ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു സോഴ്സ് അത് കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ഈ ഒരു സമയത്ത് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. ഇവിടെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് കൂടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ യൂണിവേഴ്സിനോട് വല്ലാതെ അടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദൈവികപരമായ കാര്യങ്ങളിലേക്കെല്ലാം ഒരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റും കാര്യങ്ങളും കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് കൂടെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണിത്.
അപ്പൊ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരാൻ പോകുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള ആക്ഷനോടൊപ്പം യൂണിവേഴ്സൽ സപ്പോർട്ടോടുകൂടി ഇവർ ആക്ഷൻ എടുക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരികയാണ്. വളരെ ധൈര്യപൂർവ്വം ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, കറേജ് ആണ്, വളർച്ചയ്ക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ഷനും കൂടി ഇവർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തില് കംപ്ലീറ്റ്ലി ഒരു കംപ്ലീഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്നും ഇവർ ആക്ഷൻ എടുക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധം ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. കാരണം ഇവരുടെ പോർഷൻ അടർത്തി മാറ്റിയപ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് അല്ലാതെ ആയി പോയത്, അല്ലെങ്കിൽ തകർന്നു പോയത്. അപ്പൊ ഇവർ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വരും. അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ വീണ്ടും ഇത് റീബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതകളുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിട്ട് ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റീയൂണിയൻ എന്ന് പറയുമ്പോൾ വെറുതെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, മിണ്ടുക എന്നുള്ളതല്ല, ഒരു റീബർത്ത് ആണ്. നീതിപൂർവ്വം നിങ്ങളിലേക്ക് വന്ന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടന്ന് അവിടെ നിന്നും വളരെ ന്യായത്തോടു കൂടി അല്ലെങ്കിൽ നീതിയോടു കൂടിയുള്ള ഒരു പുനർജന്മം പോലെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എല്ലാ രീതിയിലും ഒരു റീബർത്ത്, ഒരു ഫ്ലവറിംഗ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു വരുന്നത്. ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ വസന്തകാലം അത് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്ന സമയം തന്നെയാണ്. കഴിഞ്ഞു പോയ നാളുകളെല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വീണ്ടും അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നു. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരാണോ അതേ കാലഘട്ടം നിങ്ങളിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ടാണ് പോകുന്നത്. ഇവരില് ഒരു വിശ്വാസക്കുറവ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ആ ഒരു തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുകയും ട്രസ്റ്റ് വന്നിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായ ഒരു വിശ്വാസം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അവർക്കൊരു വിശ്വാസം തോന്നുന്നത് കൊണ്ടിട്ടും അവര് നിങ്ങളോട് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ടുമാണ് അവർക്ക് ആ ഗിൽറ്റ് ഫീൽ ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ അവിടെ ആ ഒരു ഗിൽറ്റ് ഫീൽ അവർക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ഒരു മാറ്റം വേണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ഇവർക്ക് സ്വയമേ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളും ഇവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ വളരെയധികം ഒരു കുറ്റബോധവും. അപ്പൊ ആ ഒരു കുറ്റബോധമൊക്കെ അവർക്കൊരു മാറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. മാത്രമല്ല നിങ്ങളെ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ലൈഫിൽ നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണറെ അവർക്ക് ലഭിക്കില്ല എന്നൊരു തോന്നൽ തന്നെയായിരിക്കാം അതിന്റെ പ്രധാന കാരണം. ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ചിലവരുടെ കേസിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഇന്നർ വോയിസ് ഇപ്പോ നിങ്ങളെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് അട്രാക്റ്റ് ആകുന്നത് നിങ്ങളിലേക്കാണ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസിലാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു അകൽച്ച സംഭവിച്ചു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ കേസിലാണെങ്കിൽ പോലും അവർക്ക് മനസ്സുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അത് നിങ്ങളാണെന്നുള്ളത് അവർ തിരിച്ചറിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന സ്റ്റേജ് എന്നുള്ളത് എടുത്തു പറയാൻ കാരണം. അപ്പൊ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ആണോ നിങ്ങളുടേത്? എന്നാൽ ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ തോന്നുന്നുണ്ട്. സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ, നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സമീപ ഭാവിയിൽ തന്നെ, ഈ റീഡിംഗ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിയറസ്റ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ സാധ്യതകളുണ്ട്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ. കാരണം പൂർണ്ണമായി ഇവരുടെ മനസ്സ് ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ തന്നെ പോകാനാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഇത്രത്തോളം പാസ്റ്റ് ലീവ്സും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അല്ലാതെ ഒരു പേഴ്സൺ ഒരിക്കലും ആ ഒരു പഴയ കാലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. വീണ്ടും അതേ വളർച്ച ബന്ധത്തിൽ ആഗ്രഹിക്കുന്നവരാണ്. തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം. അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുവേണ്ടി സ്വന്തം ക്യാരക്ടറിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകിയത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രയോറിറ്റി നൽകാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾ അവഗണിച്ചു പോയവരോ ഒക്കെ ആണെങ്കിൽ പോലും
ഇപ്പൊ ഈ ഒരു നിമിഷം മുതലേ അവര് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. വീണ്ടും നിങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് എടുക്കാൻ പോകുന്ന ആക്ഷൻ നമുക്കിവിടെ വരുന്നത്. പ്രധാനമായിട്ടും കംപ്ലീഷൻ ആണ് ഇവരുടെ പോർഷൻ, അല്ലെങ്കിൽ ഇവര് എന്താണോ എടുക്കേണ്ട എഫേർട്ട്. ഇപ്പൊ ചിലവരുടെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരിക്കും വന്നിരിക്കുന്നത്. ചിലവരുടെ കാര്യത്തിൽ ഇവർ എന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്ത കാര്യമായിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പൊ എങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എഫേർട്ട് അത് ഇവർ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്, മുന്നോട്ടേക്ക് അവർ എടുക്കാനും സാധ്യതകളുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചിലവർ ഒരുപാട് എഫേർട്ട് എടുത്തതിന് ശേഷം മാറി നിൽക്കുന്നവരായിരിക്കും ടയേർഡ് ആയിട്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ചിലപ്പോൾ ഇവരെ പോലെ തന്നെ എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ അതിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഗൈഡൻസ് ആണത്. കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. അത് നിങ്ങളോടും യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കാനും പേഷ്യൻസോട് കൂടി, ഇപ്പൊ ഇവര് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരായിരിക്കാം. ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അവർ നിങ്ങളിലേക്ക് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എടുത്തു ചാടി അവർക്ക് എതിരെ അല്ലെങ്കിൽ അവരോട് അവരെ ബ്ലെയിം ചെയ്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആദ്യം അവർ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് അത് നിങ്ങളും കൂടെ കാണിക്കേണ്ടതാണ്. ചിലവരുടെ കേസിലാണ് പറയുന്നത്. കാരണം ഇവിടെ ചിലവരുടെ കേസിൽ നിങ്ങളുടെ എനർജിയിലും കുറച്ചൊരു എന്താ പറയാ എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി അനുസരിച്ച് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുക. ട്രസ്റ്റ് വീണ്ടെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാതെ അല്ലെങ്കിൽ തരാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിക്ക് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇവരോട് നടത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാനുള്ള സാധ്യതകൾ ഉള്ളത്. അവർക്ക് എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. കാരണം കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞുപോയ നാളുകളെല്ലാം വീണ്ടെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി, ഗിൽറ്റി ഫീൽ എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ മൈൻഡ് എന്ന് പറയുമ്പോൾ അത്രയും കുറ്റബോധം നിറയുന്ന മനസ്സോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടും ഒരു അവസാനം വേണം എന്നുള്ള ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്ന് സ്വയം ഹീലായിട്ട് അല്ലെങ്കിൽ സ്വയമേ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായിട്ട് ആത്മാർത്ഥമായ സ്നേഹവുമായിട്ട് ഇന്നർ വോയിസ് പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന വ്യക്തികളാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. Pisces 7 എന്നൊരു നമ്പർ, നിങ്ങൾക്കത് 7 days ആയിട്ട് എടുക്കാം. 36 കൊല്ലം ജില്ല, കാലിക്കറ്റ്. 38 വന്നിട്ടുണ്ട്. K എന്നൊരു ലെറ്റർ. 28 രോഹിണി, അക്വേറിയസ്, സാജിറ്റേറിയസ്, മാർച്ച് മന്ത്. O എന്നൊരു ലെറ്റർ, കോട്ടയം ഡിസ്ട്രിക്റ്റ്, വിർഗോ. P എന്നൊരു ലെറ്റർ, 40. K again വന്നിട്ടുണ്ട്, തിരുവാതിര. കൊല്ലം again വന്നിട്ടുണ്ട്, കാർത്തിക. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പൂരം എന്നൊരു സ്റ്റാർ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ആദ്യമേ തന്നെ നമ്മൾ കറന്റ് സിറ്റുവേഷൻ, കറന്റ് എനർജി നോക്കിയായിരുന്നു. അത് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു സിറ്റുവേഷനും കൂടെ വെച്ച് വേണം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.